ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിലും ഞാൻ പറയുന്നത് കാലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. 6:30 ആകുന്നുള്ളൂ. മോനെ മദ്രസയിൽ പോകാനായിട്ട് റെഡി ആക്കുവാണ് കേട്ടോ. അതിൻ്റെ തിരക്കാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. 6:30 ആവണം. അത് 5 മിനിറ്റ് ഫാസ്റ്റ് അല്ലേ? ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പം അത് എന്നും മുടങ്ങാതെ ഇടാൻ ഞാൻ ട്രൈ ചെയ്യലുണ്ട്. പക്ഷേ ലോങ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള പരിപാടിയായ കാരണം അതിന് ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡേയ്സ് നീങ്ങിയിട്ട് എൻ്റെ ഓരോ വീഡിയോസും വരുന്നത് കേട്ടോ. ഞാനിടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും, ഓരോ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിൽ ലോങ് വീഡിയോസ് ഇടുന്നവരെ കാര്യം ഞാൻ ചിന്തിക്കലുണ്ട്. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അവരത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതിനായിട്ട് നമ്മൾ ഇരുന്നാൽ അതൊക്കെ നടക്കത്തുള്ളൂ, അത് വേറെ കാര്യം. അങ്ങനെ അപ്പോൾ ഞാൻ മോനെ മദ്രസയിലൊക്കെ ആക്കിയിട്ട് ഞാൻ നേരെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നിട്ട് നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പോണതിന് മുന്നേ തന്നെ ഞാൻ കുക്കറിൽ നമ്മളുടെ ഉരുളൻകിഴങ്ങ് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദോശമാവാണ് പതിവ് പോലെ തന്നെ ദോശയാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. നമ്മൾ ഈ വീട്ടിൽ താമസമായിട്ട് ഇപ്പം 2 വർഷം ആവാനായിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇതുവരെ കിച്ചണ് നമ്മളങ്ങനെ എന്താ പറയുക, ഓപ്പൺ കിച്ചൺ ഉണ്ടെങ്കിലും കൂടിയിട്ട് വർക്ക് ഏരിയയിലാണ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീട് കാണുന്ന ഭംഗി വീടിന് ഉള്ള ഭംഗി കിച്ചണില്ലല്ലോ എന്ന് കരുതും. പക്ഷേ നമുക്ക് ഓൾറെഡി ഒരു ഫസ്റ്റ് കിച്ചൺ ഉണ്ട്. ഇത് സെക്കൻഡ് കിച്ചണായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ആ കിച്ചണ് നമ്മൾ പൊതുവെ ഭംഗിയായിട്ട് കിടക്കാനാണല്ലോ ആഗ്രഹിക്കുക. കിച്ചൺ എപ്പോഴും നല്ല നീറ്റാക്കി ഇടാനായിരിക്കുമല്ലോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ കുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെയാണ് ഏറ്റവും കുക്കിങ് കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇവിടെയാകുമ്പം പിന്നെ എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് തന്നെ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പാത്രം കഴുകാനാണെങ്കിൽ എളുപ്പമാണ്. സിങ്ക് അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ അടുപ്പും മീൻ്റെ അടുത്ത് തന്നെയാണ്. വിറകടുപ്പുണ്ടല്ലോ, അപ്പം അതിൽ നമുക്ക് കുക്കിങ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഗ്യാസ് സ്റ്റൗവിലും കുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ മെഷീനും ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അലക്കൽ നടക്കും, കുക്കിങ്ങും ഒരുമിച്ച് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പം എൻ്റെ ജോലി ഇത്തിരി നേരത്തെ കഴിയൽ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ജോലി എളുപ്പമാകാനാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. കാലത്ത് തന്നെ എഴുന്നേറ്റ് മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എനിക്ക് പണികൾ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പണികൾ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ആയിരിക്കും ആ ഒരു ടൈമിൽ. അത് കഴിഞ്ഞ് മോന് സ്കൂളിൽ വണ്ടി കയറ്റി വിടാൻ പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ഡൗൺ ആണ്. അത്രയും നേരം നമ്മളിങ്ങനെ ഓട്ടത്തിലായിരിക്കുമല്ലോ. അടുക്കളയിലും മക്കളെ റെഡിയാക്കലും വീട്ടിലെ പണിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ എനർജി ഓടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് മക്കൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി അങ്ങോട്ട് കുറയും. അപ്പം ഞാൻ പരമാവധി അടിച്ചുവാരലും തുടക്കലും അടക്കം നമ്മൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാനാണ് ഞാൻ ട്രൈ ആക്കലുള്ളത് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് മടിയായിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവും. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ, ഞാനിങ്ങനെ പറയുന്നത് മാത്രം. അപ്പോൾ എന്താ, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല 300 സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ ഇത്ര. എന്നെ സംബന്ധിച്ച് ഇത്തിരി ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി നേരം പോക്കിന് വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. പിന്നെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കൂടത്തുള്ളൂ. അങ്ങനെ അപ്പം അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷോർട്സ് ഡെയിലി ഞാൻ ഇടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം അതിൻ്റെ റിസൾട്ടായിരിക്കണം സബ്സ്ക്രൈബേഴ്സ് ഇത്രയധികം കൂടാൻ കാരണം കേട്ടോ. വാച്ച് അവർ വളരെ സ്ലോ ആയിട്ട് കയറത്തുള്ളൂ, അതെനിക്കറിയാം. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഞാൻ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റായിട്ട് കയറിപ്പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം. സന്തോഷത്തോടൊപ്പം തന്നെ സങ്കടമുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ.
നോക്കുവാണെങ്കിൽ എന്താ പറയുക, ചാനലിൽ എൻ്റെ പല വീഡിയോസിനും ഒത്തിരി നെഗറ്റീവ് കമൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ റിയാക്ഷൻ വീഡിയോസൊക്കെ കാണുമ്പോൾ, മറ്റുള്ള ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അവർ. പിന്നീടാണ് എൻ്റെ ചാനലിൽ നെഗറ്റീവ് കമൻസൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സ്വയം മനസ്സിലാകുന്നത് നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ചിലപ്പം കമൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് സ്വയം തോന്നിയത് അപ്പോഴാണ് കേട്ടോ. ചില കമൻസിനൊക്കെ ഞാൻ മറുപടി അപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ റീപ്ലൈ കൊടുക്കലുണ്ട്. ചിലതൊന്നും ഞാൻ മൈൻഡ് ആക്കലില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ പിന്തുടർന്ന് കമൻറ്റ് ചെയ്യുന്നതും അവരുടെ തോന്നലുകൾ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പം എന്തായാലും അത് പോട്ടെ, നമുക്കതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മക്കൾക്ക് ചായയുടെ കടിയൊക്കെ ആക്കി, മോൻ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്കും ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോൾക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒരു 1/4 മണിക്കൂറോളം അങ്ങനെ പോകും ചായ കൊടുക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് അമൃതം പൊടി, മോൾക്ക് ബാലവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് അമൃതം പൊടി. അപ്പം അത് കുറച്ച് അധികം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചത് കുറച്ചധികം ആയപ്പോൾ ഞാനത് ഒരുമിച്ച് എടുത്തിട്ട് എന്താ പറയുക, നമ്മളൊരു പൂരപ്പൊടി പോലെ ആക്കി വെക്കലാണ് കേട്ടോ. അത് ഒരു ദിവസത്തെ പണിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മാസത്തേക്ക് പിന്നെ നമുക്ക് വേറെ കുട്ടികൾക്കുള്ള സ്നാക്ക് കാര്യങ്ങളൊന്നും നോക്കണ്ട, പിന്നെ അത് തന്നെ കഴിച്ചോളൂ കേട്ടോ അവർ. അപ്പോൾ നമ്മളുടെ അമൃതം പൊടി വെച്ചിട്ട് പൂരപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ എന്താ, അതൊക്കെ കഴിഞ്ഞതാ ഞാൻ പാപ്പ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ അതൊക്കെ നന്നാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളുടെ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉമ്മക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലം ഉള്ള കാരണം കൊണ്ട് ഇവിടെ ചോറധികം കഴിക്കില്ല കേട്ടോ. അപ്പം അതിന് പകരമായിട്ട് കിഴങ്ങാണ് കൂടുതൽ കഴിക്കലേ. അപ്പം അതൊക്കെ ഞാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് പിന്നെ വേഗം പോയി ചടപടയിൽ നിന്ന് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വേഗം കുളിച്ച് റെഡിയായി മോനെ സ്കൂളിലാക്കാനും വേണ്ടിയിട്ട് സ്കൂളിലല്ല സ്കൂൾ വണ്ടി കയറ്റി വിടാനും വേണ്ടിയിട്ട് നമ്മൾ നേരെ റോട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി, വീടിൻ്റെ അവിടെ നിന്ന് ആ വഴി കയറി ചെല്ലുന്നത് നേരെ റോട്ടിലേക്കാണ്. അപ്പം അവിടെ വണ്ടി വരും. അപ്പോൾ അങ്ങനെ അവനെ പറഞ്ഞയച്ച് നേരെ വീട്ടിൽ വന്ന് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുവാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ പൂരപ്പൊടി ഉണ്ടാക്കാനായിട്ട് അമൃതം പൊടി ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഫുള്ള് ഞാൻ എടുത്തത് ഒരു 10 പാക്കറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുൾ അതിൻ്റെ അകത്തിട്ട് നമ്മളുടെ തേങ്ങയുടെ മിക്സൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അതും കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കും, എന്നിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുക. അങ്ങനെ ഞാനതൊക്കെ പോയി ഇനി ഉണ്ടാക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ വെച്ച് നിർത്തുവാണ്. എല്ലാതും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.